കണ്ട് അപരാധ വീഡിയോകൾ എടുത്ത് സെർച്ച് ചെയ്യുക, അത് കണ്ട് സൂം ചെയ്യുക, കണ്ട് ആസ്വദിക്കുക. അത് കഴിഞ്ഞിട്ടാണല്ലോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഏജ് ഒരു 15-16 വയസ്സാണ് ഈ പുള്ളിയില്ലേ ചെറുക്കന്. അപ്പോൾ കൂടി പോയാൽ +1 +2 ആ ക്ലാസ്സിലാണ് ഇപ്പോൾ പഠിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന പെൺകുട്ടികളുടെ ആയാലും ഇവൻ വട കണ്ടിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തു, പ്രിവിലേജ് കണ്ടിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തു, ഒക്കെ കണ്ട് ആസ്വദിച്ചിട്ടല്ലേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന പെൺകുട്ടികളെ ഇവൻ ഏത് കണ്ടുകൊണ്ടായിരിക്കും കാണുന്നത്? പെൺകുട്ടികളാ ചേച്ചി പറഞ്ഞാൽ കണ്ടു ഇവന് വട എന്ന് കണ്ടാൽ കൊള്ളാമല്ലോ എന്നൊരു ആക്ഷൻ വരാതിരിക്കും, സ്വാഭാവികമായിട്ട് മനസ്സിൽ വരും. ഒരു വീഡിയോ കാണുമ്പോൾ അത് എത്ര പ്രാവശ്യം നമ്മൾ സൂം ചെയ്തും എത്ര പ്രാവശ്യം വിലയിരുത്തി കണ്ടതിന് ശേഷമാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. ആ തന്തയും തള്ളയും നമിച്ചു. സത്യം പറഞ്ഞാൽ ഇവന്റെ സ്കൂൾ ഞങ്ങൾ കണ്ടുപിടിക്കും, നേരിട്ട് പ്രിൻസിപ്പാളിന്റെ അടുത്ത് പോയി ഞങ്ങൾ സംസാരിക്കും. കുറെ കഴിയുമ്പോഴത്തേക്ക് ഈ സോഷ്യൽ മീഡിയ കണ്ടന്റുകൾക്കൊക്കെ നല്ല ക്ഷാമം വരും. അപ്പൊ നിനക്ക് വടയും പ്രിവിലേജും ഒന്നും കിട്ടത്തില്ല. ആരുടെ രേണുസുധിയുടെ ബാക്കിയുള്ളവരുടെ നഗ്നമായ വീഡിയോ കണ്ടിട്ട് അതൊന്നും പ്രതികരിക്കില്ല, അതൊക്കെ കണ്ട് ആസ്വദിക്കും. പക്ഷെ പ്രതികരിക്കുന്നത് ചെറിയ ചെറിയ സാധനങ്ങൾക്കാണ്, മനസ്സിലായ? അപ്പൊ നീ എന്ത് ചെയ്യും? സ്വന്തം അമ്മയുടെ വട വിൽക്കാൻ നീ മടിക്കത്തില്ല, സ്വന്തം അമ്മയുടെ വട എടുത്ത് വിറ്റ് കാശാക്കാനും നീ മടിക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പിന്നെ ഇതാരെന്ന് മനസ്സിലായി കാണും. രേണുസുധിയുടെ ഏറ്റവും വലിയൊരു കൂട്ടുകാരിയാണ്, മൂടുതാങ്ങി എന്നൊക്കെ പറയാം. കാരണം ആര് റിയാക്ഷൻ വീഡിയോ ഇട്ടുന്നാലും അവരുടെ കണ്ടന്റ് എടുത്തുകൊണ്ട് വന്നിട്ട് അവർക്കെതിരെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏക ഒരു വ്യക്തി. കുഞ്ഞു പയ്യന്റെ മുഖത്ത് നോക്കി പറയാനുള്ള കാര്യങ്ങളാണ് ഈ ഒരു സ്ത്രീ ഇവിടെ വിളമ്പുന്നത്. അമ്മയെ കുറിച്ചിട്ട് വരെ മോശമായിട്ട് പറയുന്നുണ്ട്. ആ ഒരു കുട്ടി ആരുടെയെങ്കിലും കുടുംബകാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? ഈ പറയുന്ന സ്ത്രീയുടെ കുടുംബകാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? കുറച്ചിങ്ങനെ മാന്യതയോടെ സംസാരിക്കാൻ പറ്റും. ഈ സംസ്കാരം എന്ന് പറയുന്നത് അത് നമ്മുടെ കുടുംബത്തിനകത്ത് നിന്ന് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് തോന്നിയിട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, അല്ലാണ്ട് ഈ ആരും പറഞ്ഞു തന്നെ ഉണ്ടാക്കുന്ന കാര്യമല്ല ഈ ഒരു സംസ്കാരം എന്ന് പറയുന്നത്. കുറച്ചും കൂടി നല്ല മാന്യമായിട്ടുള്ള രീതിയിൽ സംസാരിക്കാൻ പഠിക്കുക. അതൊരു കുഞ്ഞു പയ്യനാണ്, ആ ഒരു പയ്യനെ പോലും വെറുതെ വിടുന്നില്ല. ആ ഒരു പയ്യന്റെ കുടുംബക്കാരെ വളരെ മോശമായിട്ട് വിലയിരുത്തുന്നു. ഇപ്പൊ അഭിപ്രായ സ്വാതന്ത്ര്യം, അവകാശം എല്ലാം എല്ലാവർക്കും ഉണ്ട്. അത് നിങ്ങൾക്ക് മാത്രമല്ല ഉള്ളത്. നിങ്ങൾക്കിപ്പോ രേണുസുധിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരും രേണുസുധിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് അത് വളരെ തെറ്റാണ്. അതങ്ങനെ ആർക്കും പറ്റത്തില്ല. കളിച്ചത് കളി മാറിപ്പോയി. ആ ഒരു കുഞ്ഞു പയ്യനെ എന്തെല്ലാം വൃത്തിയായിട്ട രീതിയിലുള്ള വാക്കുകളാണ് ഉപയോഗിച്ചത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ നിങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഈ ഒരു പണി പാലും വെള്ളത്തിൽ കിട്ടും. കാരണം ആ ഒരു കുട്ടി കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കംപ്ലൈന്റ് ചെയ്താലേ അത് പോക്സോ കേസായിട്ടേ വരത്തുള്ളൂ. ഈ സപ്പോർട്ട് ചെയ്യുന്ന അമ്മാവന്മാരും ചേട്ടന്മാരൊക്കെ വന്നിരുന്ന കമന്റിലൂടെ പറയത്തുള്ളൂ, അല്ലാണ്ട് നേരിട്ട് വന്ന് പറയത്തില്ല. നീ അവക്കിട്ട് 2 കൊടുക്കുന്നില്ല, ഇവനിട്ട് 2 കൊടുക്കും എന്ന് പറയുന്ന വ്യക്തികളാരും കാണത്തില്ല. സ്വന്തമായിട്ട് പോയുള്ളൂ. 2 മക്കളുള്ള ഒരു വ്യക്തിയല്ലേ. ആ ഒരു കുഞ്ഞു ചെക്കനെ ചെറുക്കാന്ന് വിളിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ, വൾഗറായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ആ ഒരു കുട്ടി അഭിസംബോധന ചെയ്യുന്നുണ്ട്. എന്തിന്റെ ആവശ്യത്തിനാണ്? ആ ഒരു കുട്ടി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങളത് ഇഗ്നോർ ചെയ്ത് കളയുക. നിങ്ങളത് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് എന്തിനാണ്? അത് കണ്ടിട്ട് മറ്റുള്ളവർക്ക് ഇടയിൽ കമന്റ് ഇടുമ്പോഴത്തേക്ക് അതിന് ലൈക്കും കമന്റും ഒക്കെ ഒരുപാട് കൊടുക്കുന്നുണ്ട്. കുട്ടിയുടെ സംസ്കാരം നല്ലതായതുകൊണ്ട് തിരിച്ച് മറുപടി പറയത്തത്, ഇല്ലാണെങ്കിൽ നല്ലത് കിട്ടിയല്ല. എന്തായാലും ആ കുട്ടിക്ക് നല്ല സംസ്കാരമുള്ള ഒരു കുട്ടിയാണ്. അതേപോലെ തിരിച്ച് എല്ലാ ആൾക്കാരും വരണമെന്ന് പറഞ്ഞാലേ അത് ഒരിക്കലും നടക്കത്തില്ല. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, അത്ര ഇതിനകത്ത് പറയാനുണ്ട്. പക്ഷെ വാക്കുകൾ മാന്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് പാലും വെള്ളത്തിൽ കിട്ടും. അത്രയേ ഉള്ളൂ.